ഗുഡ് മോർണിംഗ് എവരിബഡി. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ. മഴയും പ്രളയവും കൊറോണയൊക്കെ കാര്യമായി നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലാന്ന് വിചാരിക്കുന്നു. എക്കണോമിക്സിൽ പഠിക്കുന്ന ശ്രീജിത്തിൻ്റെ അച്ഛൻ മരിച്ചു, വിവരം അറിയിക്കുന്നു. ഫുട്ബോൾ പ്ലെയറാണ്. ക്യാൻസറായിട്ട് ദീർഘകാലമായി ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഹെൽത്ത്, ആരോഗ്യം. ഇവിടെ ഒരു കോട്ട് ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഇത് കാണാം. ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് ഈസ് ഹെൽത്ത്. ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. ആദ്യകാല അമേരിക്കൻ പ്രസിഡന്റ്മാരിൽ ഒരാളായ ജോൺ എഫ് കെന്നഡി പറഞ്ഞു, ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് ഓഫ് എ നേഷൻ ഈസ് ദ ഹെൽത്ത് ഓഫ് ദ നേഷൻ. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമുള്ള ജനതയാണ് എന്ന്. അത് തെളിയിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. സമ്പന്നമായ രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്ക ഇന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നത് നമുക്ക് കാണാം. COVID-19 എന്ന മഹാമാരി വന്നു കഴിഞ്ഞപ്പോൾ അവർ എത്ര ആൾക്കാരവിടെ മരിക്കുന്നു. മെഡിസിനും ഒക്കെ വളരെ അഡ്വാൻസ്ഡായ ആ രാജ്യം ഇന്ന് COVID-19 മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊരു കോട്ടുണ്ട്, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. പക്ഷേ ഞാൻ ഈ ഇങ്ങനെ ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ് എന്നാണ് പറയുന്നത്. ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. പക്ഷേ ഹെൽത്ത് നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി ക്യാരക്ടറും നഷ്ടപ്പെടും. ആരോഗ്യപരമായ ഇഷ്യൂസും മെൻ്റൽ ഡിസ്റ്റർബൻസൊക്കെ ഉള്ള ആൾക്ക് പിന്നെ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഹി വിൽ ലൂസ് ഹിസ് ക്യാരക്ടർ. ഇറിറ്റേറ്റഡ് ആവും, ഡിസ്റ്റർബ്ഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെൽത്താണ് ഏറ്റവും പ്രധാനം. WHO ഡെഫിനേഷൻ കാണുക. ഈ ഡെഫിനേഷൻ കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് എനി ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. നിങ്ങൾക്ക് ചെറിയ അസുഖങ്ങൾ, ജലദോഷമൊക്കെ ഉണ്ടാവാം, കഫക്കെട്ടൊക്കെ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹെൽത്തി അല്ല എന്ന് പറയുന്നതായിരുന്നു പണ്ടത്തെ ഡെഫിനിഷൻ. ഇപ്പം അത് മാറി. നിങ്ങൾ ശാരീരികവും മാനസികവും സാമൂഹികവുമായി നല്ല സന്തുലിതാവസ്ഥയിലാണ്, മറിച്ച് നിങ്ങൾക്ക് അസുഖം ഉണ്ടാവുകയോ ഉണ്ടാവാതെ ഇരിക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ ഡെഫിനേഷൻ വളരെ ക്ലിയറാണ്. ശാരീരികവും മാനസികവും സാമൂഹികവുമായി നല്ല സന്തുലിതാവസ്ഥ. ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ട്രയാങ്കിൾ, ഇക്വലേറ്ററൽ, 3 ലൈനും ഈക്വലായിട്ടുള്ള ഒരു ട്രയാങ്കിൾ. അതിൽ ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ഇത് 3 ഒരേ സ്ഥാനമാണ്. നിങ്ങൾക്ക് ശാരീരികമായി നല്ലൊരു അവസ്ഥയല്ല, നിങ്ങൾക്കൊരു നടുവേദനയാണ്, ഇപ്പോഴും അലട്ടുന്ന ഒരു നടുവേദനയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കും. മറ്റുള്ളവരോടൊക്കെ ദേഷ്യത്തിൽ പെരുമാറും. ഇനി അതല്ല, നിങ്ങൾക്ക് മനസ്സ് പൊതുവെ വളരെ ദേഷ്യക്കാരനായ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ദേഷ്യം കൂടുതലുള്ള വ്യക്തിക്ക് നടുവേദന ഇങ്ങോട്ട് വരും. അപ്പോൾ ഫിസിക്കലെ ബാധിക്കും. മൈൻഡിനെ ബാധിക്കും. സമൂഹവുമായി ഈ ദേഷ്യപ്പെടുന്ന നല്ല മനസ്സിലല്ലാത്ത അവസ്ഥ സമൂഹവുമായി നല്ല ബന്ധം ഉണ്ടാവും. അയലക്കാരൊക്കെ ആയിട്ട് തല്ലുകൂടിക്കൊണ്ടിരിക്കും. നെയ്ബേഴ്സായിട്ട് നല്ല ബന്ധമില്ല. സമൂഹമായിട്ട് ജോലി ചെയ്യുന്ന മേഖലയിൽ ആരോടും വർത്താനം പറയില്ല, എല്ലാവരോടും തല്ല്. ഹി കനോട്ട് ബി കോൾഡ് എ ഹെൽത്തി പേഴ്സൺ. ഈ 3 ഈക്വലാണ്. ആധുനിക കൺസെപ്റ്റ് ഹെൽത്ത് ഈസ് എ വേൾഡ് വൈഡ് സോഷ്യൽ ഗോൾ. ഇപ്പോൾ COVID-19 പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മനുഷ്യൻ്റെ ആരോഗ്യം ഒരു വേൾഡ് വൈഡ് സോഷ്യൽ ഗോളാണ്. നമ്മൾ ജീവിക്കുന്ന സ്ഥലം, ബയോളജി, സോഷ്യൽ ഫാക്ടേഴ്സ്, സാമ്പത്തിക അവസ്ഥ, തീരെ പൈസ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എക്കണോമിക് ഫാക്ടേഴ്സ്, പൈസ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇത് ഹെൽത്തിനെ ബാധിക്കും. കൾച്ചറൽ ഫാക്ടേഴ്സ്. അപ്പോൾ ചില ട്രൈബിലൊക്കെ അവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, മണ്ണാർക്കാട് ഭാഗത്തുള്ള സൈലൻറ്റ് വാലി, അവിടെയൊക്കെ നവജാത ശിശുക്കൾ മരിക്കുന്ന കാണാം. സോ ദർ ഈസ് സം ഹെൽത്ത് ഇഷ്യൂസ്. അവർ
പരമ്പരയായി കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ട്. ഇംഗ്ലീഷ് ഗുളിക കൊടുത്ത് അവർ കഴിക്കണില്ല. സോ എക്കണോമിക് സോഷ്യൽ കൾച്ചറൊക്കെ ബാധിക്കും. അസുഖം ഉണ്ടാവാതിരിക്കുന്നത് അതിലൊരു വിഷയമല്ല. നമുക്ക് താമസിക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം, സെക്യൂരിറ്റി, ഭക്ഷണം, ഹൗസിങ്. ഇപ്പോൾ ഹൗസിങ് നമ്മൾ ഇപ്പോൾ ഈ ഏറ്റവും അടുത്തുണ്ടായ പ്രളയത്തിൽ വീട് ഒലിച്ചു പോയി എത്ര പേര് മരിച്ചു. അപ്പോൾ ഹൗസിങ് ഒരു ഘടകമാണ്. സാനിറ്റേഷൻ, നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ, ഹെൽത്ത് സർവീസ്, ഇതെല്ലാം ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലെടുത്ത് കാണാം, ഹെൽത്ത് ആസ് ഇവോൾഡ് ഓവർ ദ സെഞ്ച്വറീസ് ആസ് എ സോഷ്യൽ ഗോൾ. അതൊരു ഇൻഡിവിജ്വൽ ആവശ്യമല്ല, സോഷ്യൽ ഗോളാണ്. COVID-19 അത് പ്രൂവ് ചെയ്തു. വീണ്ടും അത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കും. ഒരു സാമൂഹിക ആവശ്യം ആണ്, ഒരു യൂണിവേഴ്സൽ നീഡാണ് ഹെൽത്ത്. ഹെൽത്തിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സാണ് ഹെൽത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റാണ് ബയോമെഡിക്കൽ, എക്കോളജിക്കൽ, സൈക്കോളജിക്കൽ, ഹോളിസ്റ്റിക്. 4 കൺസെപ്റ്റുകളാണ് ഹെൽത്തിനെ കുറിച്ചുള്ളത്. അതിൽ ഏറ്റവും പഴയ കൺസെപ്റ്റിലൊന്നാണ് ബയോമെഡിക്കൽ. അതായത് നമുക്ക് അസുഖം ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥയെ ഹീ ഈസ് എ ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്ന പണ്ടത്തെ ഒരു മെഡിക്കൽ കൺസെപ്റ്റാണ്. ഇതിപ്പോൾ ശരിയല്ല എന്നുള്ള വാദമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അസുഖമില്ലാത്ത അവസ്ഥ, അയാൾക്ക് അസുഖമൊന്നുമില്ല, പക്ഷേ അയലക്കാരെ കണ്ടു കഴിഞ്ഞാൽ തെറി വിളിക്കും, തിരിഞ്ഞു നിൽക്കും. അപ്പുറത്തെ ആൾക്കാർ വർത്തമാനം പറയാൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും, ദേഷ്യപ്പെടുക, മുഖത്ത് നോക്കില്ല. കൂടെ ജോലി ചെയ്യുന്നവരോട് കടിച്ചു കയറി പെരുമാറുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഫ്രണ്ട്സിനോട് ആരോടും ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല, ഇൻട്രാക്ഷനും ഇല്ല. ആ കുട്ടിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഞങ്ങളോടൊന്നും വർത്തമാനം പറയില്ല അവൾ എന്ന് പറയുന്ന അവസ്ഥ. അതായത് അസുഖം ഇല്ലാതെ ഇരുന്ന വ്യക്തിയെ ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബയോമെഡിക്കൽ കൺസെപ്റ്റ് പഴയ കൺസെപ്റ്റ്. ഇനി എക്കോളജിക്കൽ. ഇപ്പോൾ പ്രളയം ബാധിച്ച ഏരിയ നോക്കുക. അവരെ ജീവിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഉണ്ടാവുന്ന മെൻ്റൽ സ്ട്രെസ്സും ഫിസിക്കൽ ചലഞ്ചസും കാരണം അവർ ഹെൽത്തി അല്ല. അപ്പോൾ എൻവയോൺമെൻറ്റ്, പെർഫെക്റ്റ് മാൻ ഇൻ എ പെർഫെക്റ്റ് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ he or she can be healthy. Perfect man in an imperfect environment cannot be stated as a healthy person. Health is a dynamic equilibrium between man and his environment. അപ്പോൾ ജീവിക്കുന്ന സ്ഥലത്തെ എൻവയോൺമെൻറ്റ്, ഇപ്പോൾ എൻഡോസൾഫാനൊക്കെ ബാധിക്കുന്ന ആ ഏരിയയിലെ ആൾക്കാർ മോശം വെള്ളം കുടിച്ചിട്ട് they have health issues, so they cannot be stated as a healthy person. സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ്. യുദ്ധഭൂമിയിൽ, കലാപഭൂമിയിൽ ഒക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ലെബനനിലുണ്ടായ ഇഷ്യൂസ്, ഒരുപാട് രാജ്യങ്ങളിൽ പ്രോബ്ലംസ് ഉണ്ട്. ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പല രാജ്യങ്ങളിൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ദേ കനോട്ട് ബി സ്റ്റേറ്റഡ് ആസ് എ ഹെൽത്തി പേഴ്സൺ. അവിടുത്തെ സാമൂഹിക പശ്ചാത്തലം, ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ജീവിക്കുന്ന ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും പോകുമ്പോൾ ഒന്ന് വീഴാം. അവരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ദേ കനോട്ട് ബി സ്റ്റേറ്റഡ് ആസ് എ ഹെൽത്തി പേഴ്സൺ ഡ്യൂ ടു സോഷ്യൽ ഫാക്ടേഴ്സ്. സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. ഹോളിസ്റ്റിക്, ഇതെല്ലാം കൂടിയതാണ്. അസുഖമില്ലാത്ത അവസ്ഥ, നല്ല സാമ്പത്തികമായ അവസ്ഥ, നല്ല സാമൂഹിക സന്തുലനമുള്ള അവസ്ഥ, നല്ല എൻവയോൺമെൻറ്റ്, ആവശ്യത്തിന് നല്ല കുടിക്കാൻ വെള്ളവും ഭക്ഷണമൊക്കെ ഉണ്ട്, നല്ല സൗണ്ട് മൈൻഡിൻ്റെ സൗണ്ട് ബോഡി, സൗണ്ട് എൻവയോൺമെൻറ്റ്, എല്ലാം പെർഫെക്റ്റായ ഒരവസ്ഥ. ഇതെല്ലാം കൂടി സന്തുലിതമായ അവസ്ഥയാണ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ്. ഡൈമെൻഷൻസ് ഓഫ് ഹെൽത്ത് വെറുതെ കണ്ടാൽ മതി. ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സ്പിരിച്വൽ. വൈ സ്പിരിച്വൽ? Because studies, researchers prove that people with a spiritual who follow the spiritual aspect are having better health എന്ന് റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തിനേക്കാളും കുറച്ച് ഹയർ ലെവലാണ്. അച്ചീവിങ് എ സ്റ്റേറ്റ് ഓഫ് വെൽനെസ് മീൻസ് ലീവിങ് എ ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ്. വെൽനെസ് പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല. ഹെൽത്തി ആയ ഒരു പേഴ്സൺ വെൽനെസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി സം ഡെലിബറേറ്റ് എഫേർട്ട് ഫ്രം ഹിസ് പാർട്ട്. ഹെൽത്തി ബാലൻസ് ഓഫ് ദ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ദാറ്റ് റിസൾട്ട് ഇൻ ഓവറോൾ ഫീലിംഗ് ഓഫ് വെൽ-ബീയിങ്. വെൽനെസ് ഇംപ്ലൈസ് എ കോൺസ്റ്റൻറ്റ് ഡെലിബറേറ്റ് എഫേർട്ട് ടു സ്റ്റേ ഹെൽത്തി ആൻഡ് അച്ചീവ് ദ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ഓഫ് വെൽ-ബീയിങ്. വെൽനെസ് അച്ചീവ് ചെയ്യാൻ ഒരു കോൺസ്റ്റൻറ്റ് കോൺഷ്യസ് പെർസ്യൂട്ട് ഉണ്ടാവണം. അതായത് ഹെൽത്തി ആയ ഒരു പേഴ്സൺ വെൽനെസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ആൾ നിർബന്ധമായ കുറച്ച് ഹെൽത്തി ആയ പേഴ്സൺ എക്സസൈസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സസൈസ് ചെയ്യാത്ത വ്യക്തിയും വേണമെങ്കിൽ ഹി ക്യാൻ ബി ഹെൽത്തി ഓർ ഷീ ക്യാൻ ബി ഹെൽത്തി. ബട്ട്
വെൽനെസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് വെള്ളം കുടിച്ച് വളരെ പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി ലെവലുള്ള ഹൈ എനർജി ലെവലുള്ള ഒരു വ്യക്തിയായിരിക്കണം വെൽനെസ് അച്ചീവ് ചെയ്യണമെങ്കിൽ. ഹൈ ലെവൽ ഓഫ് എനർജി എന്ന് പറയുമ്പോൾ ഭയങ്കര പുറത്തേക്ക് കാണിക്കാൻ നിർബന്ധമൊന്നുമില്ല. സോ വെൽനെസ് ഈസ് എ ഹയർ ലെവൽ. വെൽനെസ് ഈസ് ജനറലി യൂസ് ടു മീൻ എ ഹെൽത്തി ബാലൻസ് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ദാറ്റ് റിസൾട്ട് ഇൻ ഓവറോൾ ഫീലിംഗ് ഓഫ് വെൽബീങ്. അപ്പോൾ ഓവറോൾ ഫീലിംഗ് ഓഫ് വെൽബീങ് വളരെ ഹാപ്പി ആയ ഒരു വ്യക്തി ആയിരിക്കണം. അത് കാശുകാർക്കും കാശില്ലാത്തവർക്കും ഒരേപോലെയാണ് വെൽനെസ്. പൈസ അതിനെ ബാധിക്കില്ല. വെൽനെസ് അച്ചീവ് ചെയ്യണമെങ്കിൽ പൈസ ഉണ്ടോ പൈസ ഇല്ല എന്നുള്ള വിഷയമല്ല. അത് നമുക്ക് ഹാപ്പിനെസ് കോടീശ്വരന്മാർക്ക് മുഴുവൻ സന്തോഷമാണെന്ന് പറയാൻ പറ്റും. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, വെൽനെസ് ഈസ് സ്റ്റേറ്റ് ഓഫ് ബീങ്. ദാറ്റ്സ് എ ഡിഫറൻറ്റ്. ഡയമെൻഷൻസ് ഓഫ് വെൽനെസ്: ഫിസിക്കൽ ഡയമെൻഷൻ, മെൻ്റൽ ഡയമെൻഷൻ, ഇമോഷണൽ ഡയമെൻഷൻ, സോഷ്യൽ ഡയമെൻഷൻ, സ്പിരിച്വൽ ഡയമെൻഷൻ, ഒക്യുപ്പേഷണൽ വൊക്കേഷണൽ ഡയമെൻഷൻ എന്ന് പറയാം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പഠിത്തമാണ്. അപ്പോൾ ജോലി ചെയ്യുന്ന മേഖലയിൽ സ്ട്രെസ് ആണെങ്കിൽ ആൾക്ക് വെൽനെസ് അച്ചീവ് ചെയ്യണമെന്നില്ല. ശാരീരിക പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്ക് വെൽനെസ് അച്ചീവ് ചെയ്യണമെന്നില്ല. മെൻ്റൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആൾക്ക് വെൽനെസ് അച്ചീവ് ചെയ്യണമെന്നില്ല. ഇമോഷണൽ ഡയമെൻഷൻ: മറ്റുള്ളവരോട് പെരുമാറാനൊക്കെ വളരെ മോശമായ വ്യക്തിയാണ്. ഹി കനോട്ട് ബി ഹെൽത്തി, ഹി കനോട്ട് അച്ചീവ് വെൽനെസ് എന്ന് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന ആൾ ഉള്ളിൽ സന്തോഷം ഉണ്ടാവുമെന്ന് പറയുന്നത്. അയാൾക്ക് ഉള്ളിൽ അതിലും വലിയ സങ്കടവും ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ ഉള്ളിലുള്ള സങ്കടവും കൊണ്ടാവും ആൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നത്. സോ ഇമോഷണൽ ഡയമെൻഷൻ. സോഷ്യൽ ഡയമെൻഷൻ: നല്ല സമൂഹം, ജീവിക്കുന്ന നല്ല ചുറ്റുപാട്. ഞാനിപ്പോൾ മരത്തങ്കോടാണ് താമസിക്കുന്നത്. ഞാൻ വളരെ ഇവിടെ ഹാപ്പിയാണ്. എല്ലാ മതക്കാരും നല്ല സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ജീവിക്കുന്ന സമൂഹം വലിയ ഘടകമാണ്. സ്പിരിച്വൽ ഡയമെൻഷൻ: മതപരമായി, അതാ ഞാൻ നേരത്തെ പറഞ്ഞ റിസർച്ചേഴ്സ് പ്രൂവ് ദാറ്റ് പീപ്പിൾ ഹു ഫോളോ റിലീജിയൻ ആർ സപ്പോസ് ടു ഹാവ് മോർ ഹെൽത്ത് ആൻഡ് വെൽനെസ്. അടുത്ത ക്ലാസ്സിലേക്ക് നിർബന്ധമായി പഠിക്കേണ്ട ഒരു ഡെഫിനിഷനാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇറ്റ്സ് എ കപ്പാസിറ്റി ഓഫ് ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ലങ്സ് ആൻഡ് മസിൽസ് ടു ഫങ്ഷൻ അറ്റ് ഒപ്റ്റിമം എഫിഷ്യൻസി. കായിക ക്ഷമത. കപ്പാസിറ്റി ഓഫ് ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ലങ്സ് ആൻഡ് മസിൽസ് ടു ഫങ്ഷൻ അറ്റ് ഒപ്റ്റിമം എഫിഷ്യൻസി. അപ്പോൾ കായിക ക്ഷമത പോലീസ് ടെസ്റ്റിനും ആർമി ടെസ്റ്റിനും പല PSC ടെസ്റ്റുകൾക്കൊക്കെ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി കിട്ടി. അപ്പോൾ നമ്മുടെ സീനിയർ ഗ്രൗണ്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രായമുള്ള സ്ത്രീകളടക്കം, അതായത് കല്യാണം കഴിഞ്ഞ് കുട്ടികളെ പ്രസവിച്ച സ്ത്രീകളടക്കം ഫിറ്റ്നസ് വർക്കൗട്ട് ചെയ്യാൻ കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ PSC റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ടാവും ആദ്യത്തേതിൽ. അത് കഴിഞ്ഞ് അവർക്ക് ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും. അത് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ സത്യത്തിൽ നമ്മളിത് ജീവിതശൈലിയുടെ ഭാഗമാക്കണം. ഫിറ്റ്നസ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും. ഹീ ഹൂ ഹാസ് ഹെൽത്ത് ഹാസ് ഹോപ്പ് ആൻഡ് ഹീ ഹൂ ഹാസ് ഹോപ്പ് ഹാസ് എവരിത്തിങ്. അറേബ്യൻ പ്രൊവേർബാണ്. അപ്പം ആരോഗ്യമുള്ള ആൾക്ക് ഹോപ്പ് ഉണ്ടാവും, ഹോപ്പുള്ള ആൾക്ക് എല്ലാം ഉണ്ടാവും. ഞാനാണ് ആ സ്ഥലം മൂന്നാറിനടുത്തുള്ളൊരു സ്ഥലമാണ്. പെട്ടെന്ന് പേര് ഓർമ്മ കിട്ടണില്ല. വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ബി പോസിറ്റീവ്. ഇത്ര നിങ്ങളോട് പറയാനുള്ളൂ. ആരോഗ്യമുള്ളവരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.